السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ 6 അടിസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ അള്ളാഹുവിലുള്ള ഈമാൻ, അള്ളാഹുവിൻ്റെ മലക്കുകളിലുള്ള ഈമാൻ, അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള ഈമാൻ ചുരുങ്ങിയ രൂപത്തിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കി. അടുത്തതായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഈമാനു ബിർറുസുൽ, അഥവാ ഹദീസിൽ നമ്മൾ തുടക്കത്തിൽ അല്ലെങ്കിൽ എല്ലാ അടിസ്ഥാനം പറയുമ്പോഴും പറയാറുള്ളത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ആ അടിസ്ഥാനത്തിൽ അടുത്തത് അള്ളാഹുവിൻ്റെ റസൂലുമാരെ കുറിച്ചുള്ള ഈമാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ച അവൻ്റെ നബിമാരിൽ, റസൂലുമാരിൽ വിശ്വസിക്കുക എന്നത് ഈ ദീനിൻ്റെ അടിത്തറയാണ്, അടിസ്ഥാനമാണ്. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക ഈ പറഞ്ഞ അടിസ്ഥാനങ്ങൾ വിശ്വസിച്ച് ഉൾക്കൊണ്ടാൽ മാത്രമാണ്. അള്ളാഹു അവൻ്റെ കിതാബിലൂടെ പല സ്ഥലങ്ങളിലും നബിമാരെക്കുറിച്ച്, റസൂലുമാരെക്കുറിച്ച് നമുക്കറിയിച്ചു തന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ സൂറത്തുൽ ബഖറയിലെ 285 ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു, ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അവതരിക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കുന്നു. തൻ്റെ റബ്ബിൽ നിന്നും അവതരിക്കപ്പെട്ട കിതാബിൽ, ഈ ശരീഅത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരിക്കുന്നു. അതിനെ തുടർന്ന് സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ, അവരെല്ലാവരും ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി, അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണ്, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വാസമുള്ളവരാണ്, അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വാസമുള്ളവരാണ്, അള്ളാഹുവിൻ്റെ റസൂലുമാരിൽ വിശ്വാസമുള്ളവരാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, അള്ളാഹുവിൻ്റെ റസൂലുമാരിൽ, പ്രവാചകന്മാരിൽ
ഒരാൾക്കിടയിലും ഒരു വേർതിരിവും കാണിക്കുകയില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുഅ്മിനീങ്ങളുടെയും നിലപാട്. വഖാലു, അവർ പറയും, സമിഅന വ അതഅന, അള്ളാഹുവെ ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ഗുഫ്രാനക റബ്ബന, ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണേ. വ ഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് നമ്മുടെ മടക്കം. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുമാരിലുള്ള ഈമാനിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. വേറെയും ധാരാളം ആയത്തുകൾ നമുക്ക് ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. നബി, റസൂൽ എന്ന ആ രണ്ട് പദങ്ങൾ, അതിന് ഭാഷാ പണ്ഡിതന്മാർ ചില അർത്ഥം പറഞ്ഞിട്ടുണ്ട്. നബി, നബി എന്ന് പറഞ്ഞാൽ അന്നബ എന്ന വാക്കിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. അന്നബ എന്ന് പറഞ്ഞാൽ ബിമഅനൽ ഖബർ, അറിയിപ്പ് അഥവാ വാർത്ത എന്നാണ് അന്നബ എന്ന വാക്കിൻ്റെ അർത്ഥം. നബി എന്ന വാക്ക് അതിൽ നിന്നാണ് വന്നത് എന്ന് പറയപ്പെടാനുള്ള കാരണം, നബി അഥവാ പ്രവാചകൻ വാർത്തയുമായി വരുന്ന ആളാണ്. അള്ളാഹുവിൽ നിന്ന് വാർത്തകൾ, വർത്തമാനങ്ങൾ, കാര്യങ്ങളുമായി വരുന്ന ആളാണ്. അതുകൊണ്ട് ആ വാക്കിൽ നിന്നാണ് നബി എന്ന വാക്ക് വന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അന്നബുവ എന്ന വാക്കിൽ നിന്നാണ് നബി വന്നിട്ടുള്ളത്. അഥവാ അന്നബുവ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ നബിമാരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ള സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനമുള്ളവരാണ്, ഉയർന്നു നിൽക്കുന്നവരാണ്. അതുകൊണ്ടും ആ വാക്ക് ഈ രൂപത്തിൽ പ്രയോഗിക്കപ്പെടാറുണ്ട് എന്ന് നമുക്ക് കാണാം. ഏതായിരുന്നാലും രണ്ടും അനുയോജ്യമാണ്. അഥവാ അള്ളാഹുവിൽ നിന്ന് വാർത്തയുമായി വരുന്ന ആൾ എന്ന അന്നബ എന്നതും അനുയോജ്യമാണ്. ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത്, മറ്റുള്ളവരെക്കാൾ സ്ഥാനമുള്ളത് എന്ന അർത്ഥവും അനുയോജ്യമാണ്. അർ റസൂൽ എന്ന വാക്ക് നമുക്കറിയാം, അൽ ഇർസാൽ അഥവാ അയക്കുക, നിയോഗിക്കുക എന്നതിൽ നിന്നാണ് അർ റസൂൽ വന്നിട്ടുള്ളത്. റസൂൽ എന്ന് പറഞ്ഞാൽ അയക്കുക, നിയോഗിക്കുക, തിരഞ്ഞെടുക്കുക എന്നൊക്കെയുള്ള അർത്ഥം വാക്ക് അതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അഥവാ അർ റസൂൽ എന്ന് പറഞ്ഞാൽ അൽ മുർസൽ, അയക്കപ്പെട്ടയാൾ. അള്ളാഹു അവൻ്റെ ദിവ്യ സന്ദേശം, അവനിൽ നിന്നുള്ള ശരീഅത്ത്, ശറഇൻ്റെ നിയമങ്ങൾ അതുമായി അയച്ചയാൾ എന്ന അർത്ഥത്തിൽ ആ വാക്ക് പ്രയോഗിക്കാറുണ്ട്. അൽ ഇർസാൽ എന്ന വാക്കിൽ നിന്നാണ് അർ റസൂൽ വന്നിട്ടുള്ളത് എന്ന് കാണാം. അവിടെ സ്വാഭാവികമായി നമുക്കൊരു സംശയമുണ്ടാകും, നബിയും റസൂലും തമ്മിൽ വ്യത്യാസമുണ്ടോ? നബിയും റസൂലും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടോ? നബിയും റസൂലും തമ്മിൽ വ്യത്യാസമുണ്ട്. നബി എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി നൽകിയിട്ടുള്ള അഥവാ തിരഞ്ഞെടുത്തിട്ടുള്ള എല്ലാവരും നബിയാണ്. അള്ളാഹു വഹി നൽകിയ എല്ലാവരും നബിയാണ്, നുബൂവത്ത് കിട്ടിയ ആൾ എന്ന് പറയും. റസൂൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി കുഫാറുകളിലേക്ക്, മുശ്രിക്കുകളിലേക്ക് പറഞ്ഞയക്കപ്പെടുന്ന ആൾക്കാണ് റസൂൽ എന്ന് പറയുക. ആ അർത്ഥത്തിൽ നബിയും റസൂലും പറയപ്പെടാറുണ്ട്. അള്ളാഹുവിൻ്റെ കിതാബിൽ സൂറത്തു മറിയമിൽ നമുക്ക് കാണാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു,
വദ്കുർ ഫിൽ കിതാബി മൂസ, മൂസയെക്കുറിച്ച് അലൈഹിസ്സലാം താങ്കൾ അവർക്ക് ഓതി കൊടുക്കുക. ഇന്നഹു കാന മുഖ്ലസൻ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തീർച്ചയായും ഇഖ്ലാസ് നൽകപ്പെട്ടയാളാണ്. വകാന റസൂലൻ നബിയ്യൻ, വകാന റസൂലൻ നബിയ്യൻ, അദ്ദേഹം റസൂലാണ്, നബിയാണ്. അപ്പം അതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു റസൂലും നബിയും വ്യത്യാസമുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, വകാന റസൂലൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വേറെയും ആയത്തുകൾ നമുക്ക് കാണാം. എന്നാൽ പ്രത്യേകം അല്ലാഹു വകാന റസൂലൻ നബിയൻ എന്ന് പറഞ്ഞു. അതുപോലെ മറ്റൊരായത്ത് നമുക്ക് കാണാം, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ വലാ നബിയ്യിൻ ഇല്ലാ ഇദാ തമന്നാ അൽഖ ശൈത്താനു ഫീ ഉംനിയതിഹി. ഓ നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരു നബിയെയും ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. ആ നബി, ആ റസൂൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുമ്പോൾ പിശാച് ദുർബോധനം ഉണ്ടാക്കിയിട്ടല്ലാതെ. അപ്പം അവിടെയും റസൂൽ നബി എന്ന് അള്ളാഹു പ്രയോഗിച്ചു. ഇതാണ് പണ്ഡിതന്മാർ തെളിവ് പിടിച്ച ആയത്തുകൾ. നബിയും റസൂലും തമ്മിൽ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഫൻ നബിയു, നബി എന്നാൽ ഹുവല്ലദീ യുനബ്ബിഉഹുല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്ന ആളാണ് നബി, അഥവാ വഹി കിട്ടുന്ന എല്ലാവരും നബിയാണ്. വഹുവ യുനബ്ബിഉ ബിമാ അംബ അല്ലാഹു ബിഹി, അള്ളാഹു ഈ അറിയിച്ചു കൊടുത്ത വഹി ആ നബി മറ്റുള്ളവർക്ക്, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഫഇൻ ഉർസില മഅ ദാലിക ഇലാ മൻ ഖാലഫ അംറല്ലാഹി ലിയുബല്ലിഗഹു റിസാലതൻ മിനല്ലാഹി ഇലൈഹി ഫഹുവ റസൂൽ. അതോടൊപ്പം അല്ലാഹു തആല അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അഥവാ ഷിർക്ക് ചെയ്യുന്ന, കുഫർ ചെയ്യുന്ന ആളുകളിലേക്ക് അദ്ദേഹത്തെ അയക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ ഈ സന്ദേശവുമായി അദ്ദേഹം റസൂലുമാണ്. അപ്പോൾ വഹി കിട്ടുന്ന എല്ലാവരും നബിയാണ്. എന്നാൽ പ്രത്യേകമായി അള്ളാഹു നിയോഗിക്കുന്നവർ റസൂലുമാരാണ്. അതാണ് ആ പദങ്ങൾ, ആ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം. ഇനി റസൂൽ എന്ന് ഒറ്റക്ക് കണ്ടാൽ നബിയും റസൂലും അതിൽ ഉൾപ്പെടും. അതിനുള്ള തെളിവെന്താണ്? നമ്മൾ ഈ ഹദീസ് വായിച്ചു, അൽ ഈമാനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. അതിൽ നബിയും റസൂലും എല്ലാവരും പൊട്ടും. റസൂല് മാത്രമാണോ അതിൽ? അല്ല, നബിയും റസൂലും എല്ലാവരും പൊട്ടും. ചില ആയത്തുകളിൽ അള്ളാഹു റസൂലുമാരെ അയച്ചു എന്ന് നമുക്ക് കാണാം. ചില ആയത്തുകളിൽ അങ്ങനെ പ്രത്യേകമായി റസൂൽ എന്ന് മാത്രം പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശം? അള്ളാഹു നബിമാരെ അയച്ചു എന്നതാണ്. അങ്ങനെ ഒറ്റക്ക് വന്നാൽ, നബി എന്നൊറ്റക്ക് വന്നാൽ നബിയും റസൂലും അതിൽ ഉൾപ്പെടും. റസൂൽ എന്നൊറ്റക്ക് വന്നാൽ റസൂലും നബിയും ഉൾപ്പെടും. വേറെ വേറെ പറഞ്ഞാൽ രണ്ട് അർത്ഥമായി പരിഗണിക്കുകയും വേണം. മനസ്സിലായോ? അതൊക്കെ ഭാഷാപരമായ ചില പ്രയോഗങ്ങളാണ്. പല ആളുകളും ചോദിക്കാറുണ്ട്, നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതാണ് ആ ഒരു വ്യത്യാസം. അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു, ഒരു ഗുണപാഠം എന്ന നിലക്ക് പറഞ്ഞു എന്ന് മാത്രം. ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം ആദ്യത്തെ മനുഷ്യനുമാണ്, ആദ്യത്തെ നബിയുമാണ്. അദ്ദേഹത്തിന് പ്രത്യേകമായി ഒരു സമൂഹത്തിലേക്ക് ഡ്യൂട്ടിയില്ല, അയക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ആദ്യമായി അള്ളാഹു ഒരു റസൂലിനെ അയക്കുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. കാരണം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന കാലത്താണ് ലോകത്ത് ആദ്യമായി ഷിർക്ക് ഉടലെടുത്തത്. വദ്, സുവാഅ്, യഗൂത്ത്, യഊഖ്, നസ്ർ തുടങ്ങിയ 5 മഹാന്മാരെ ആ നാട്ടുകാർ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവരുടെ രൂപമുണ്ടാക്കുകയും അവരുടെ ഖബറുകൾ കെട്ടിയുയർത്തുകയും അതിനു ചുറ്റും ഭജനമിരിക്കുകയും ഒക്കെ ചെയ്തു, ആരാധനകൾ ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതുപോലെ അവരിലേക്കാണ് അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ആദ്യത്തെ
റസൂലാണ് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞതായി നമുക്ക് കാണാം. ഇപ്പം നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനുള്ള മറ്റൊരു സന്ദർഭം കൂടിയാണ് അത്. ഏതായിരുന്നാലും ഇതാണ് സഹോദരങ്ങളെ നബിമാർ റസൂലുമാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ നബിമാരിലും റസൂലുമാരിലും, അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ അംബിയ മുർസലുകളിലുള്ള വിശ്വാസം എന്ന് നമ്മൾ പറയാറുണ്ട്, പഠിക്കാറുണ്ട്. അംബിയ മുർസലുകൾ എന്ന് പറയാനുള്ള കാരണം എന്താണ്? നബിമാർ, അംബിയാക്കൾ എന്ന് പറഞ്ഞാൽ നബിയുടെ ബഹുവചനമാണ് അംബിയ. റസൂൽ, മുർസൽ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ട ആൾ. അപ്പം അംബിയ മുർസലുകളിലുള്ള വിശ്വാസം എന്ന് പൊതുവെ പറയാറുണ്ട്. ഈ അർത്ഥത്തിലാണ് അത് എന്ന് നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ റസൂലുമാരിലുള്ള, പ്രവാചകന്മാരിലുള്ള വിശ്വാസം 4 കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. മുന്നേ നമ്മൾ ഓരോ അടിസ്ഥാനം പഠിക്കുമ്പോഴും പ്രത്യേകം 4 കാര്യങ്ങൾ അതല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ ഇതും 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലുമാരിലുള്ള ഈമാൻ ശരിയാകും. അതിൽ ഒന്നാമത്തേത് അൽ ഈമാനു ബി അന്ന റിസാലതഹും ഹഖ്ഖും മിനല്ലാഹ്. നബിമാർ, റസൂലുമാർ അവർ ജനങ്ങളിലേക്ക് കടന്നു വന്നത്, അവർക്ക് കിട്ടിയ റിസാലത്ത്, നുബുവത്ത്, അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഒരു നബി വന്നു, ഒരു പ്രവാചകൻ വന്നു, ഒരു റസൂല് വന്നു. ആ റസൂൽ അള്ളാഹു അയച്ച റസൂലാണ്. ആ റസൂലിൻ്റെ റിസാലത്തിൽ, ദൗത്യത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഇപ്പം നമ്മിലേക്ക് വന്ന റസൂൽ ആരാണ്? നബി ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അയച്ച പ്രവാചകനാണ്, നബിയാണ്, റസൂലാണ് എന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. അതിൽ യാതൊരു സംശയവും നമുക്ക് ഉണ്ടാവാൻ പാടുള്ളതല്ല. അങ്ങനെ തന്നെ എല്ലാ നബിമാരെയും ആരെങ്കിലും ഏതെങ്കിലും ഒരു നബിയിൽ അവിശ്വസിച്ചാൽ അവൻ മുഴുവൻ നബിമാരിലും അവിശ്വസിച്ചവനായി. അള്ളാഹു അയച്ച മുഴുവൻ നബിമാരിലും നമ്മൾ വിശ്വസിക്കണം. ഈ രൂപത്തിൽ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന എല്ലാ നബിമാരിലും നമ്മൾ വിശ്വസിക്കണം. ഒരു നബിയെ പോലും കളവാക്കാൻ പാടുള്ളതല്ല. ഒരു നബിയെ കളവാക്കിയാൽ, നിഷേധിച്ചാൽ സർവ്വ നബിമാരെയും നിഷേധിച്ചവനെ പോലെയായി. അള്ളാഹു അവൻ്റെ നബിമാരെ തിരഞ്ഞെടുത്ത് അയച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു യസ്തഫി മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ദൂതന്മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം മലക്കുകളിൽ നിന്ന് അള്ളാഹു ദൂതന്മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. മലക്കുകളിലുള്ള ഈമാനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ചിലരെ തിരഞ്ഞെടുത്ത് പ്രത്യേകം ജോലി അവർക്ക് നൽകിയിട്ടുണ്ട്. വമിനന്നാസ്, ജനങ്ങളിൽ നിന്നും അഥവാ മനുഷ്യരിൽ നിന്നും അള്ളാഹു നബിമാരെ, റസൂലുമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്നല്ലാഹ സമീഉൻ ബസീർ. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അള്ളാഹു പറഞ്ഞു, അള്ളാഹു അഅലമു ഹൈതു യജ്അലു റിസാലതഹു. അള്ളാഹുവിനറിയാം എവിടെയാണ് അവൻ്റെ റിസാലത്ത് നിശ്ചയിക്കേണ്ടത് എന്ന്. ഇപ്പം നബിമാർ അള്ളാഹു അയച്ചവരാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അള്ളാഹു അങ്ങനെ തിരഞ്ഞെടുക്കും. എന്തിനാണ് അള്ളാഹു നബിമാരെ അയച്ചത്? അള്ളാഹു നബിമാരെ അയച്ചതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, റുസുലൻ മുബശ്ശിരീന വമുൻദിരീൻ. അള്ളാഹു നബിമാരെ, റസൂലുമാരെ അയച്ചത് അവർ മുബശ്ശിറുകളാണ്, അഥവാ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്നവരാണ്. അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക്, നബിമാരെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക്, നബിമാരെ പിൻപറ്റിയ ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കാനാണ് അവർ വന്നത്. അതോടൊപ്പം അവർ മുന്നറിയിപ്പുകാരാണ്, താക്കീതുകാരാണ്. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, നബിമാരെ പിൻപറ്റാത്ത ആളുകൾക്ക് കത്തിയെരിയുന്ന നരകമുണ്ട് എന്ന മുന്നറിയിപ്പും അവർ നൽകും.
എന്തിനാണ് അള്ളാഹു ഈ രണ്ട് വിശേഷണങ്ങളുമായി നബിമാരെ അയച്ചത്? ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദർ റുസുൽ. ഈ നബിമാർ വന്നു പോയതിനു ശേഷം പിന്നെ ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു ഒഴികഴിവും പറയാതിരിക്കാൻ വേണ്ടിയാണ്. നബിമാർ വന്നു, അവർ ദീൻ പഠിപ്പിച്ചു. ഇനി ഒരാൾക്കും അള്ളാഹുവെ ഞാൻ അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. നബിയെക്കുറിച്ച്, റസൂലിനെക്കുറിച്ച് കേട്ട ഒരാൾക്കും പിന്നെ ഒരു ഒഴികഴിവും ഇല്ല തന്നെ. നബിമാർ വരാതെ അള്ളാഹു ഒരാളെയും ശിക്ഷിക്കുകയില്ല. അപ്പം നബിമാർ കടന്നു വന്നു, പിന്നെ ഒരാൾക്കും ഒഴികഴിവ് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നോക്കൂ, നബിമാർ വരിക ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു മൂലയിലല്ല, പിന്നെയോ അവർ പട്ടണങ്ങളിലാണ് വരിക. അഥവാ നബിയായി അള്ളാഹു എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നവർ ജനമധ്യത്തിൽ വെച്ചാണ് പറയുക. ആളുകൾ അറിയുന്ന രൂപത്തിൽ അവർ അവരുടെ നുബുവത്ത് പ്രകടമാക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും അറിയും. പ്രവാചകന്മാരെ കുറിച്ച് അറിയാത്തവർ ഉണ്ടാവുകയില്ല എന്നതാണ് വസ്തുത. അല്ലാഹു സുബ്ഹാനഹു വ തആല മുബശ്ശിറുകളായും മുൻദിറുകളുമായി കൊണ്ടാണ് നബിമാരെ പറഞ്ഞയച്ചിട്ടുള്ളത്. ആ നബിമാർ ഇരുട്ടുകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നു. നബിമാർ വന്നത് അതിനാണ്. സമൂഹത്തെ, സമുദായത്തെ, ജനങ്ങളെ നന്നാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. അള്ളാഹുവിൽ നിന്നുള്ള വാർത്തകളുമായി, സന്ദേശവുമായി അവർ കടന്നു വന്നത്. അള്ളാഹു അയക്കുന്നവരാണവർ. ആ റിസാലത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. ഒരാളെപ്പോലും അവിശ്വസിക്കാൻ പാടുള്ളതല്ല. ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവിശ്വസിച്ചു എങ്കിൽ അള്ളാഹു അയച്ച മുഴുവൻ നബിമാരിലും അവർ അവിശ്വസിച്ചിരിക്കുന്നു. ഒരാൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാത്രം അംഗീകരിച്ചു, മൂസാ നബി അലൈഹി സ്വലാമിനെ അംഗീകരിക്കുന്നില്ല എങ്കിൽ എല്ലാ നബിമാരെയും അവർ തള്ളിക്കളഞ്ഞതുപോലെയാണ്. അള്ളാഹു പറഞ്ഞു, കദ്ദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ. അതിനുള്ള തെളിവ് സൂറത്തു ശുഅറായിലെ 105-ാമത്തെ ആയത്താണ്. നൂഹ് നബിയുടെ സമുദായം നബിമാരെ മുഴുവനും കളവാക്കിയിരിക്കുന്നു. നൂഹ് നബിയുടെ സമുദായം എല്ലാ നബിമാരെയും കണ്ടോ? ഇല്ല, നൂഹ് നബിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നൂഹ് നബിയിൽ അവിശ്വസിച്ച നൂഹ് നബിയെ കളവാക്കിയ അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, നോക്കൂ, കദ്ദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ. നൂഹ് നബിയുടെ സമുദായം നബിമാരെ മുഴുവനും കളവാക്കിയിരിക്കുന്നു. ഒരൊറ്റ നബിയെ കളവാക്കിയാൽ എല്ലാ നബിമാരെയും കളവാക്കിയതുപോലെയാണ്. അതുപോലെ അള്ളാഹു പറഞ്ഞു, കദ്ദബത് ആദുനിൽ മുർസലീൻ. ആദ് സമുദായം അവർ നബിമാരെ മുഴുവനും കളവാക്കിയിരിക്കുന്നു. അവരൊക്കെ അവരിൽ വന്ന നബിമാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആ നബിയിൽ വിശ്വസിക്കാത്തത് കാരണത്താൽ സർവ നബിമാരെയും അവിശ്വസിച്ചതുപോലെയാണ് അവരുടെ കാര്യം. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾ നിഷേധിച്ചാൽ, അഥവാ അൽ ഈമാനു ബിർ റുസുൽ എന്ന ഈ കാര്യം ശരിയായില്ല എന്ന് വിചാരിക്കുക എങ്കിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഫഖദ് ളല്ല ളലാലൻ ബഈദ, അവൻ ബഹുദൂരം വഴിപിഴച്ചിരിക്കുന്നു. പിഴച്ചു പോവാതെ യഥാർത്ഥ സത്യപാതയിൽ ഉൾക്കൊള്ളാൻ നമ്മൾ ഓരോരുത്തരും അഹോരാത്രം പരിശ്രമിക്കേണ്ടതാണ്. ഈ വിശ്വാസം ഒരിക്കലും തെറ്റിപ്പോവാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നബിമാരിൽ, റസൂലുമാരിലുള്ള നമ്മുടെ ഒന്നാമത്തെ വിശ്വാസം ഇങ്ങനെ ആയിരിക്കണം. അവരുടെ റിസാലത്ത് അഥവാ അള്ളാഹു അവരെ അയച്ചിരിക്കുന്നു എന്നത് നാം ഉറച്ചു വിശ്വസിക്കണം. പ്രത്യേകിച്ച് നമ്മിൽ വന്ന നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം. അതുപോലെ ഒരൊറ്റ നബിയെയും കളവാക്കാൻ പാടുള്ളതല്ല. നേരത്തെ നമ്മൾ ആയത്ത് കേട്ടു തുടക്കത്തിൽ, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. അള്ളാഹുവിൻ്റെ റസൂലുമാരിൽ ഒരാളിലും നാം ഒരു വേർതിരിവും കാണിക്കുകയില്ല. അള്ളാഹു അയച്ച റസൂലുമാരാണ് എന്ന് നാം ഉറച്ച് അവരെക്കുറിച്ച് വിശ്വസിക്കേണ്ടതുണ്ട്.
നബിമാരുടെ ദൗത്യം സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആലക്കും അവൻ്റെ അടിമകൾക്കുമിടയിൽ അള്ളാഹുവിനെ അറിയിക്കുക, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അതുപോലെ അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക എന്നതാണ് നബിമാരുടെ ദൗത്യം. അമ്പിയാക്കളുടെ ദീൻ, ആദർശം, അടിസ്ഥാനം ഒന്നാണ്. എല്ലാവരും പറഞ്ഞത് അടിസ്ഥാനം ഒന്നാണ്. കാരണം നബിമാർ വന്നുകൊണ്ട് പറഞ്ഞ വാക്കുകൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അറിയിച്ചിട്ടുണ്ട്. എല്ലാ നബിമാരും ആദ്യം സമുദായത്തോട് പറഞ്ഞത് യാ ഖൗമി അബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, എൻ്റെ സമുദായമേ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹു അല്ലാത്ത ഒരു ആരാധ്യനും നിങ്ങൾക്കില്ല. ആദ്യം ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അഥവാ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാ അവർ സമുദായത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാ നബിമാരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംബിയാഉ ഇഖ്വത്തുൻ ലിഅല്ലാത്തിൻ ഉമ്മഹാതുഹും ശത്താ വദീനുഹും വാഹിദ്. നബിമാർ ഒരൊറ്റ പിതാവിൻ്റെ വ്യത്യസ്ത മാതാക്കളിൽ ജനിച്ച മക്കളെ പോലെയാണ്. ഉമ്മ വേറെ വേറെയാണ്, ഉപ്പ ഒന്നാണ്. അങ്ങനെയുള്ള സഹോദരങ്ങളെ പോലെയാണ് നബിമാർ. അവരുടെ ദീൻ, അവരുടെ അടിസ്ഥാന ആദർശം ഒന്നാണ്. എന്നാൽ ശരീഅത്തിലെ വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടായേക്കാം. ചില നിയമങ്ങൾ ചില കാലത്ത് ഇല്ലാതിരിക്കാം, പിന്നീട് അള്ളാഹു അവതരിപ്പിക്കും ആ രൂപത്തിൽ. അതുപോലെ തന്നെ നബിമാർ അള്ളാഹുവിലേക്ക് എങ്ങനെ അടുക്കണം എന്ന് പഠിപ്പിക്കുന്നവരാണ്. അതുപോലെ പരലോകമോക്ഷം, സ്വർഗപ്രവേശനം, നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ, പരലോകത്ത് എങ്ങനെ രക്ഷപ്പെടാം, ഇതൊക്കെ നബിമാർ പഠിപ്പിക്കുന്നു. ഇതാണ് മൊത്തത്തിൽ നബിമാരുടെ ദൗത്യം. നബിമാർ നേരത്തെ നമ്മൾ കേട്ട ആയത്തിൽ വന്നതുപോലെ അള്ളാഹു മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും നബിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നബിമാർ മനുഷ്യരാണ്, നബിമാർ മനുഷ്യരാണ്. എന്നാൽ അവിടെ ഒരു തെറ്റിദ്ധാരണ സാധാരണ ഉണ്ടാവാറുണ്ട്. നബിമാർ പച്ചയായ സാധാരണ നമ്മെപ്പോലെയുള്ള മനുഷ്യരാണ് എന്ന് പറയാൻ പാടുള്ളതല്ല. മറിച്ച് നബിമാർ അവർ മനുഷ്യരിൽ നിന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു മിനന്നാസ് എന്ന് പറഞ്ഞത്. അതുപോലെ അള്ളാഹു വേറെയും ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞില്ലേ, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്കിതാ ഒരു റസൂൽ വന്നിരിക്കുന്നു. അള്ളാഹു മനുഷ്യരിൽ നിന്നാണ് നബിമാരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവർ മനുഷ്യരാണ്, മലക്കുകളല്ല, ജിന്നുകളല്ല. പക്ഷേ നമ്മെപ്പോലെ സാധാരണ മനുഷ്യരാണ് എന്ന് ഒരിക്കലും പറയാൻ പാടുള്ളതല്ല. അവർക്ക് അള്ളാഹു പ്രത്യേകത നൽകിയിട്ടുണ്ട്. അവർക്ക് അള്ളാഹു വഹി നൽകുന്നു എന്നത് വലിയ ശ്രേഷ്ഠതയാണ്. അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശം അവർക്ക് ലഭിക്കുന്നു, അത് വലിയ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അവർക്ക് വേറെയും ഒരുപാട് പ്രത്യേകതകൾ, ശ്രേഷ്ഠതകളുണ്ട്. അവർ അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്ന ആളുകളാണ്, വലിയ ശ്രേഷ്ഠതകളുള്ള പ്രത്യേകതകളുള്ള ആളുകളാണ്. അവർ മനുഷ്യരാണ്, പക്ഷേ പച്ചയായ സാധാരണ മനുഷ്യരാണ് എന്ന് നമുക്ക് പറയാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, റസൂലുമാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു അയച്ച നബിമാർ, അവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകതകളൊന്നും അവർക്കില്ല. നസാറാക്കൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വിശ്വസിക്കാറുള്ളത് പോലെ ദൈവത്തിൻ്റെ അംശം, അതല്ലെങ്കിൽ ദൈവപുത്രൻ, അതല്ലെങ്കിൽ ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ, ഇതൊന്നും നബിമാർക്ക് വകവെച്ച് കൊടുക്കാൻ പാടുള്ളതല്ല. നബിമാർ അബ്ദാണ്, അടിമകളാണ്, അള്ളാഹുവിൻ്റെ അടിമകളാണ് നബിമാർ. മലക്കുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ അവർ ഒരുപാട് ശക്തിയും കഴിവും ഒക്കെ ഉള്ളവരാണ്. പക്ഷേ അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് അവർ അടിമകളാണ്. അതുകൊണ്ട് തന്നെ അവരെ ആരാധിക്കുവാൻ പാടുള്ളതല്ല. ഇപ്പം നബിമാർക്ക് ആരാധനയ്ക്ക് അർഹതയില്ല. മറിച്ച് അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം എന്ന് പഠിപ്പിക്കാനാണ് അവർ വന്നത്.
അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. മറിച്ച് അവരെ അബുദുകളായി, അടിമകളായി നമ്മൾ കാണണം. അതുകൊണ്ടാണ് നബിമാർക്ക് നിങ്ങൾ നോക്കൂ, അവർക്ക് വിചാരങ്ങളുണ്ട്, അവർക്ക് രോഗം ബാധിക്കാറുണ്ട്, അവർക്ക് സങ്കടമുണ്ടാവാറുണ്ട്, സന്തോഷമുണ്ടാവാറുണ്ട്, പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ അങ്ങനെയുള്ള മാനുഷികമായ പലതും നബിമാർക്ക് ഉണ്ടാവാറുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ റസൂലുമാർക്ക്, നബിമാർക്കുള്ള പ്രത്യേകത നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്നവരാണവർ. അതുപോലെ അവർക്ക് ഇസ്മത്തുണ്ട്, അവർ തിന്മകൾ ചെയ്യുകയില്ല, അവർ പാപങ്ങൾ ചെയ്യുകയില്ല. അതുപോലെ നബിമാർക്കുള്ള പ്രത്യേകതയിൽപ്പെട്ടതാണ് അവരുടെ കണ്ണുകൾ ഉറങ്ങും, പക്ഷെ അവരുടെ ഹൃദയങ്ങൾ ഉറങ്ങുകയില്ല. അതുപോലെ തന്നെ നബിമാർ അവരുടെ ശരീരം ഭൂമി ഭക്ഷിക്കുകയില്ല. അവർ വഫാത്തായി ഖബറടക്കം ചെയ്താൽ അവരുടെ ശരീരം അങ്ങനെ തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ എവിടെയാണോ നബിമാർ വഫാത്തായത് അവിടെയാണ് അവരെ മറമാടുക. അതുപോലെ തന്നെ നബിമാർക്ക് രോഗം ബാധിച്ചാൽ, അവസാന സമയമെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു അവരോട് ചോദിക്കും, ഇനിയും ആയുസ് വേണോ അതല്ല മരണം വേണോ എന്ന് ചോദിക്കും. അതുപോലെ എല്ലാ നബിമാർക്കും പരലോകത്ത് ഹൗദുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൗദുണ്ട്. പരലോകത്ത് പാലിനേക്കാൾ വെണ്മയാർന്ന, തേനിനേക്കാൾ മധുരമുള്ള, ഒരു മാസക്കാലം നീളത്തിലും വീതിയിലും സഞ്ചരിക്കാൻ മാത്രം വിശാല വിസ്തൃതിയുള്ള ഹൗദ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട് എന്ന് നമുക്ക് കാണാം. അതേപോലെ എല്ലാ നബിമാർക്കും ഉണ്ട് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ സഹോദരങ്ങളെ നബിമാർക്ക് മാത്രമുള്ള പ്രത്യേകതകളാണ്. അതുകൊണ്ടാണ് അവർ പച്ചയായ നമ്മെപ്പോലെയുള്ള മനുഷ്യരാണ് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തെറ്റിദ്ധരിച്ച ആളുകളുണ്ടാകും, തെറ്റിദ്ധരിക്കപ്പെട്ടവരുണ്ടാകും, തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ടാകും. അതുകൊണ്ട് ഈ രൂപത്തിൽ ശരിയായ വിശ്വാസം നാം ഉൾക്കൊള്ളാൻ ശ്രദ്ധിക്കണം. പറഞ്ഞു വന്നത്, ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ നബിമാർ, റസൂലുമാർ അവരെ അള്ളാഹു അയച്ചതാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അതുപോലെ അവരിൽ ഒരാളെയും കളവാക്കാൻ പാടുള്ളതല്ല. അവർക്കുള്ള ഈ രൂപത്തിലുള്ള വിശേഷണങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പേരെടുത്തു പരാമർശിച്ച, പേര് അറിയിച്ചു തന്ന നബിമാരിൽ എല്ലാവരിലും നമ്മൾ വിശ്വസിക്കണം. അതേപോലെ മലക്കുകളെ കുറിച്ച് പറഞ്ഞതുപോലെ പേരറിയാത്തവരിൽ മൊത്തത്തിൽ എല്ലാവരിലും നമ്മൾ വിശ്വസിക്കണം. അള്ളാഹു എല്ലാവരെ കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു പറഞ്ഞു, വറുസുലൻ ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബ്ൽ വറുസുലൻ ലം നഖ്സുസ്ഹും അലൈക. നബിയെ, ചില റസൂലുമാർ, നബിമാർ, താങ്കൾക്ക് മുമ്പ് വന്ന ആളുകൾ, അവരെക്കുറിച്ച് താങ്കൾക്ക് നാം അറിയിച്ചു തന്നിട്ടില്ല. ചിലരെക്കുറിച്ച് നാം താങ്കൾക്ക് അറിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവരെക്കുറിച്ചും പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ പറഞ്ഞു തന്നവരിൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടതുണ്ട്. അഥവാ നബിമാരുടെ പേരുകൾ പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. പേരെടുത്തു വന്ന എല്ലാ നബിമാരിലും നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. ഉദാഹരണത്തിന് ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, നൂഹ്, ഹൂദ്, സാലിഹ്, ഇബ്രാഹിം, ലൂത്ത്, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ്, യൂസുഫ്, അയ്യൂബ്, ശുഐബ്, മൂസ, ഹാറൂൻ, യൂനുസ്, ദാവൂദ്, സുലൈമാൻ, ഇല്യാസ്, അല്യസ, സക്കരിയ, യഹ്യ, ഈസ, ദുൽകിഫ്ൽ, മുഹമ്മദുൻ സ്വലവാത്തുല്ലാഹി വസലാമുഹു വബറകാതുഹു അലൈഹിം. 25ഓളം നബിമാരുടെ പേരുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. 25ഓളം
നബിമാരുടെ പേരുകൾ പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. ചെറിയ പ്രായത്തിൽ നമ്മൾ ചിലപ്പോൾ പഠിച്ചു കാണും, ഇപ്പോൾ മറന്നിട്ടുണ്ടാകും. ഈ നബിമാരുടെ പേരുകളിൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അവരെക്കുറിച്ച് അള്ളാഹു പല സ്ഥലങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. പലരുടെയും ചരിത്രങ്ങൾ അള്ളാഹു വിശാലമായി പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ഒരു സൂറത്ത് തന്നെ അള്ളാഹു അവതരിപ്പിച്ചു. മനോഹരമായ ചരിത്രമാണ്, കഥയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റേത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിശാലമായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിവിശാലമായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നബിമാരുടെ അള്ളാഹു അറിയിച്ചു തന്ന പേര് പരാമർശിച്ച എല്ലാവരിലും നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. ഇനി ഹദീസുകളിൽ ചില നബിമാരുടെ പേരുകൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് ഖദിർ അലൈഹിസ്സലാം. ഖിളിർ എന്നും പറയപ്പെടാറുണ്ട്. ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം എന്നത് നബിയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു അയച്ച ആ സംഭവം സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാം. ആ വ്യക്തി ഖദിർ അലൈഹിസ്സലാമാണ് എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യൂശ ഇബ്നു നൂൻ എന്ന ഒരു പ്രവാചകനുണ്ട്. യൂശ ഇബ്നു നൂൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രവാചകനാണ് യൂശ. അതുപോലെ തന്നെ വേറെ ചില മഹാന്മാരുടെ പേരുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. എന്നാൽ അവർ നബിമാരല്ല എന്നാണ് ശരിയായ അഭിപ്രായം. ലുഖ്മാൻ അദ്ദേഹത്തെക്കുറിച്ച് നബിയാണോ അല്ല സാലിഹായ മനുഷ്യനാണോ എന്നത് ചർച്ചയുണ്ട്. നബിയാണോ? അദ്ദേഹം നബിയാണോ? ആർക്കറിയാം? ലുഖ്മാൻ അദ്ദേഹം നബിയല്ല, മറിച്ച് അദ്ദേഹം സാലിഹായ ഒരു മനുഷ്യനാണ് ലുഖ്മാൻ. അതുപോലെ തന്നെ ദുൽഖർനൈൻ, സൂറത്തുൽ കഹ്ഫിൽ ദുൽഖർനൈൻ എന്ന ഒരു ചക്രവർത്തിയെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നബിയാണോ അല്ലയോ എന്നതിൽ ചർച്ചയുണ്ട്. അതിൽ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. അല്ലാന്നും ആണെന്നും പറയാൻ നിർവാഹമില്ല എന്ന നിലക്കാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. വല്ലാഹു അഅലം. ഏതായിരുന്നാലും ഇതൊക്കെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അറിയിച്ച കാര്യങ്ങളാണ്. അള്ളാഹു എത്ര നബിമാരെ അയച്ചിട്ടുണ്ട്? ഹദീസിൽ വന്നു 1,024,000 1,24,000 പരം നബിമാർ വന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ്. അഥവാ 1.25 ലക്ഷത്തോളം വരുന്ന നബിമാർ ലോകത്ത് വന്നിട്ടുണ്ട്. അർറുസുലു മിൻ ദാലിക, അവരിൽ റസൂലുമാർ 315 ജമ്മൻ ഗഫീറ, 315ഓളം വരുന്നവർ റസൂലുമാരാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നബിയും റസൂലും. ഈ ഹദീസിൽ അത് വേർതിരിച്ചു പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാവരും നബിമാരാണ്, എന്നാൽ റസൂലുമാർ എന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞു. 1.25 ലക്ഷത്തോളം വരുന്ന നബിമാരിൽ 315 റസൂലുമാരെ അള്ളാഹു അയച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ നബിമാരിലെല്ലാം നമ്മൾ വിശ്വസിക്കണം. അള്ളാഹു അറിയിച്ചു തന്നവരിലും തരാത്തവരിലും നമ്മൾ വിശ്വസിക്കണം. ഹദീസിൽ വന്ന പേര് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഖദിർ അലൈഹിസ്സലാം, യൂശ അലൈഹിസ്സലാം, അവരിലും നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാ നബിമാരിലും നമ്മൾ മൊത്തത്തിൽ വിശ്വസിക്കണം എന്നുള്ളത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. അതാണ് സഹോദരങ്ങളെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അത്തസ്ദീഖു മാ സഹ അൻഹും മിൻ അഖ്ബാരിഹിം, അള്ളാഹുവിൻ്റെ റസൂലുമാർ അറിയിച്ചു തന്ന എല്ലാ കാര്യങ്ങളും നാം സത്യപ്പെടുത്തണം. ഇപ്പോൾ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ
അതൊക്കെ സത്യപ്പെടുത്തുക എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള ഈമാനിൻ്റെ ഭാഗമാണ്. കാരണം അള്ളാഹു പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല ദീനിൻ്റെ വിഷയം. മറിച്ച് അള്ളാഹുവിൻ്റെ വഹി പ്രകാരമല്ലാതെ, അള്ളാഹു വഹി നൽകുന്നത് മാത്രമേ നബിമാർ ദീനായി സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയുള്ളൂ. ഏത് വിഷയവും അള്ളാഹുവിൻ്റെ വഹി പ്രകാരമല്ലാതെ അവർ സംസാരിക്കുകയില്ല. അവർ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ സത്യപ്പെടുത്തണം. അതൊക്കെ നമ്മൾ സത്യപ്പെടുത്തൽ അവരിലുള്ള ഈമാനിൽപ്പെട്ടതാണ്. നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി. ചില കാര്യങ്ങൾ അത്ഭുതകരമായിരിക്കും, അപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. മറിച്ച് അവർ പറഞ്ഞു എന്ന് ഉറപ്പ് വന്ന് കിട്ടിയാൽ പിന്നെ സംശയിക്കരുത്, അത് വിശ്വസിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ചരിത്രത്തിൽ വളരെ മനോഹരമായ സംഭവം നമുക്ക് കാണാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ആ പേര് വരാനുള്ള കാരണം നോക്കൂ നിങ്ങൾ. ഒരിക്കൽ ചരിത്രപ്രസിദ്ധമായ ഇസ്രാ മിഅ്റാജ് നമുക്കെല്ലാവർക്കും അറിയാം. അത് സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ രാത്രി മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോയി അവിടെ നിന്ന് 7 ആകാശങ്ങൾ വരെ സഞ്ചരിച്ചു തിരിച്ചു വന്നു. ഇസ്രാ എന്ന് പറഞ്ഞാൽ രാത്രി യാത്ര എന്നാണ്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കയറിപ്പോവുക എന്നതാണ്. ഇത് കഴിഞ്ഞ് വന്നപ്പോൾ മക്കയിലുള്ള ഖുറൈശികൾ, മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാൻ തുടങ്ങി. ചില ആളുകൾ ഇസ്ലാം സ്വീകരിച്ച ചില ആളുകൾ മുർത്തദായി പോയി, ദീനിൽ നിന്ന് പുറത്തുപോയി. ഇതെങ്ങനെ സംഭവിക്കും? കാരണം ഒരൊറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അസംഭവ്യമാണ്. ആ കാലത്ത് 1 മാസം വഴിദൂരമുണ്ട്. ഒരു രാത്രി കൊണ്ട് അവിടെ പോവാൻ സാധിക്കുകയില്ല. തിരിച്ചു വരുത്തു പോട്ടെ, പോവാൻ സാധിക്കുകയില്ല. എന്നിട്ട് അവിടെ നിന്ന് 7 ആകാശങ്ങൾക്ക് മുകളിലേക്ക് അള്ളാഹുവിനോട് സംസാരിച്ചു, നേരിട്ട് സംസാരം നടത്തി എന്നൊക്കെ കേട്ടപ്പോൾ പല ആളുകളും ദീനിൽ നിന്ന് തന്നെ തെറിച്ചുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഈ വിവരം വന്നു. ചില ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, ഹല്ലക ഇലാ സാഹിബിക യസ്ഉമു അന്നഹു ഉസ്രിയ ബിഹിൽ ലൈലത ഇലാ ബൈത്തുൽ മഖ്ദിസ്. നിന്റെ ചങ്ങാതി, കൂട്ടുകാരൻ, ആക്ഷേപത്തിൻ്റെ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാൻ അവർ കൊച്ചാക്കാൻ ചോദിച്ചതാണ്. എൻ്റെ കൂട്ടുകാരൻ ബൈത്തുൽ മഖ്ദിസിലേക്ക്, ഫലസ്തീനിലേക്ക് പോയി രാത്രിയാത്ര നടത്തി എന്നാണല്ലോ പറയുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? താങ്കൾ അത് അംഗീകരിക്കുന്നുണ്ടോ എന്ന അർത്ഥത്തിൽ ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ആ വഖാല ദാലിക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, നഅം, അതേ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലഇൻ കാന ഖാല ദാലിക ലഖദ് സദഖ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമാണ്, സത്യമാണത്. ഖാലു അവ തുസദ്ദിഖുഹു അന്നഹു ദഹബ ലൈലത ഇലാ ബൈത്തുൽ മഖ്ദിസ് വജാഅ ഖബ്ല അൻ യുസ്ബിഹ. അല്ല, രാത്രി ഇവിടുന്ന് മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസ് വരെ, ഫലസ്തീന് വരെ പോയി സുബഹിയാവുന്നതിന് മുന്നേ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ നീ അത് സത്യപ്പെടുത്താണോ? അവർക്ക് അത്ഭുതം. ഒന്നുകൂടി ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, ഞാൻ സത്യപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നി ലഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദു മിൻ ദാലിക. നിങ്ങൾക്കറിയോ, അതിനേക്കാൾ അത്ഭുതകരമായ സംഭവം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ
സത്യപ്പെടുത്തുന്നവനാണ്. ഉസദ്ദിഖുഹു ബിഖബരി സമാഇ ഫീ ഗദ്വത്തിൻ ഔ റൗഹത്തിൻ. അദ്ദേഹത്തിന് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാപ്പകലുകളിൽ അഥവാ പ്രഭാതത്തിലും പ്രദോഷത്തിലും 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് വഹി ഇറങ്ങുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ മടിയില്ലാത്തവനാണ് ഞാൻ. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അതിനേക്കാൾ നിസാരമാണ്. ഒരു രാത്രി കൊണ്ട് ഫലസ്തീനിലേക്ക് പോയി ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി തിരിച്ചു വന്നു എന്നത് വിശ്വസിക്കാൻ എനിക്ക് യാതൊരു തടസ്സവുമില്ല. കാരണം അതിനേക്കാൾ വലുതാണെന്ത്? ഒരു മലക്ക് അള്ളാഹുവിൽ നിന്നുള്ള വാക്കുമായി 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നു എന്നത് അതിനേക്കാൾ അത്ഭുതകരമാണ്. അത് സത്യപ്പെടുത്തുന്ന എനിക്ക് ഇത് ഒന്നുമല്ല, ഞാൻ സത്യപ്പെടുത്തുന്നു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വലിദാലിക സുമ്മിയ അബൂബക്രിൻ അസ്-സിദ്ദീഖ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അബൂബക്കർ സിദ്ദീഖ് എന്ന പേര് വരാനുള്ള കാരണം റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഇതായിരിക്കണം നബിമാരുടെ വാക്കുകൾ, പ്രത്യേകിച്ച് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ടാൽ നമ്മുടെ നിലപാട്. ഞാൻ ആലോചിക്കട്ടെ, ആൾക്കാരോടൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ നോക്കട്ടെ. ഇതൊക്കെ 4 ആളോട് പറയാൻ പറ്റുമോ? ഇതൊക്കെ ഇവിടെ നടപ്പിലാക്കാൻ പറ്റുമോ? ഇതൊക്കെ ഈ കാലത്ത് പറയാൻ പറ്റുമോ എന്നല്ല. നോക്കൂ, പരിഹസിക്കുന്ന ആളുകൾക്ക് ഇടയിൽ വെച്ചാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് പ്രഖ്യാപിച്ചത്. ഇന്നും എത്ര ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കേട്ടാൽ അത് അംഗീകരിക്കാൻ ഒരു പ്രയാസമാണ്. അത് കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ സംഭവിക്കാം, ഒക്കെ സഹാബികൾക്കല്ലേ, നമുക്കിപ്പോൾ ഇതൊന്നും പറ്റൂലല്ലോ എന്ന നിലപാടുകളുമായി നടക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, നോക്കൂ, വേറെ ഒരു സംഭവം, വളരെ രസകരമായ മനോഹരമായ ഒരു സംഭവമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കാരം കഴിഞ്ഞാൽ സഹാബികളിലേക്ക് തിരിഞ്ഞിരിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് പല വിഷയങ്ങളും ചോദിക്കും. ചിലപ്പോൾ സ്വപ്നം കണ്ടാൽ അത് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ആ രൂപത്തിൽ. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഴയകാലത്തെ സംഭവങ്ങൾ വിവരിക്കുന്നതിനിടയിൽ പറഞ്ഞു, ബൈന റജുലുൻ യസൂഖു ബഖറതൻ ഇദ് റകിബഹാ ഫളറബഹാ. അങ്ങനെ ഇരിക്കെ ഒരാൾ ഒരു പശുവിൻ്റെ മുകളിൽ കയറിയിരുന്നു. എന്നിട്ട് അതിനെ അടിച്ചുകൊണ്ട് പറഞ്ഞു നടക്കാൻ, അഥവാ കുതിരപ്പുറത്തിരുന്നിട്ട് നടക്കാൻ പറയുന്ന ആ ഒരു ശൈലി പശുവിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് ഒരാൾ പറയുകയുണ്ടായി. ഫഖാലത്ത്, അപ്പോൾ പശു പറഞ്ഞു, ഇന്ന ലം നുഖ്ലഖ് ലിഹാദാ ഇന്നമാ ഖുലിഖ്നാ ലിൽ ഹർസ്. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് ഇങ്ങനെ നമ്മുടെ മുകളിൽ കയറി യാത്ര ചെയ്യപ്പെടാനല്ല, മറിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചത്, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. ഫഖാലന്നാസ്, ഇത് കേട്ടപ്പോൾ ജനങ്ങൾ അഥവാ സഹാബികൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ബഖറത്തുൻ തകല്ലം. അള്ളാഹുവിൻ്റെ റസൂലെ, പശു സംസാരിക്കുകയോ? ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി ഊമിനു ബിഹാദാ, ഈ കാര്യം ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയായി കിട്ടിയതാണ്. അപ്പം അത് സഹാബത്തിന് പറഞ്ഞു കൊടുക്കാൻ നബി പറഞ്ഞു, ഞാനതിൽ വിശ്വസിച്ചിരിക്കുന്നു. അന വ അബൂബക്രിൻ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഈ ഹദീസ് റിവായത്ത് ചെയ്ത സഹാബി പറയുകയാണ്, വമാഹുമാ സമ്മ, അവർ രണ്ടുപേരും ആ സദസ്സിൽ ഉണ്ടായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ആ സദസ്സിലില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും അബൂബക്കറും ഉമറും ഇത് വിശ്വസിച്ചിരിക്കുന്നു. അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ അവരത് സത്യപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറപ്പായിരുന്നു. ഇതുപോലെ ആയിരിക്കണം സഹോദരങ്ങളെ നമ്മുടെ ഈമാൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കേട്ടാൽ പിന്നെ നമ്മുടെ ഒരു വർത്തമാനം അതിലേക്ക് വരാൻ പാടില്ല. നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന കാര്യമാണ്. ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ടാൽ അത് ഏത് വിഷയമാവട്ടെ, വിശ്വാസ, കർമ്മ, ആചാര, അനുഷ്ഠാന, ഏത് ചെറിയ കാര്യം
എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാവട്ടെ, അതൊക്കെ എന്താണ്? വഹയാണ്, അള്ളാഹുവിൽ നിന്നുള്ള വഹയാണ്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പല ആളുകളും ചോദിക്കും, അര ഇഞ്ചിൻ്റെ മുകളിലാണോ ഇസ്ലാം ഉള്ളത്? ഈ ഒരു അര ഇഞ്ച് താഴെ ഇറക്കിയാൽ അള്ളാഹ് ശിക്ഷിക്കുമെന്നാണോ? സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വഹയാണെന്ത്? ഈ രൂപത്തിൽ വസ്ത്രം ധരിക്കണമെന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനെ ഒരാൾ തിരിച്ച് ചോദ്യം ചെയ്താൽ അയാളുടെ ഈമാൻ പൊളിഞ്ഞു പോകും. വളരെ ഗൗരവമാണ്. അത് വസ്ത്രധാരണമാവട്ടെ, ഏതും നമ്മുടെ ഇഷ്ടം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനോടാവുന്നത് വരെ നമ്മുടെ ഈമാൻ പരിപൂർണമാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില ഹദീസുകളിൽ നമുക്കത് കാണാം. അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം നാം സത്യപ്പെടുത്തണം. സത്യപ്പെടുത്തൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. നമ്മുടെ ഔദാര്യമല്ല, അത് പിന്നെ നിർബന്ധമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബിയായ പലതും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള ചരിത്ര സംഭവങ്ങൾ, അതുപോലെ പരലോകത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, മഹ്ശറിനെക്കുറിച്ച്, സിറാത്തിനെക്കുറിച്ച്, ഹൗദിനെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നാം സത്യപ്പെടുത്തണം. കാരണം ഏത് കാര്യവും അള്ളാഹുവിൻ്റെ വഹയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് അനിഷ്ടം തോന്നുമ്പോൾ, ചെയ്യണോ വേണ്ടേ എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് അള്ളാഹുവിൻ്റെ വഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു തരാനാണ് വന്നത്. പറഞ്ഞതാരാണ്? പറഞ്ഞത് അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന ആണ് നമ്മൾ ധിക്കരിക്കുന്നത്, അല്ലെങ്കിൽ ധിക്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു എന്നെ നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതാണ് മൂന്നാമത്തെ അടിസ്ഥാനം. അള്ളാഹുവിൻ്റെ നബിമാർ കൊണ്ടുവന്നതിനെ സത്യപ്പെടുത്തുക എന്നത് നബിമാരിലുള്ള, റസൂലുമാരിലുള്ള ഈമാനിൽ പെട്ടതാണ്. നാലാമത്തെ കാര്യം, 4 കാര്യങ്ങളുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. നാലാമത്തെ കാര്യം അൽ ആമലു ബിശരീഅതി മൻ ഉർസില ഇലൈനാ മിൻഹും. ഏതൊരു റസൂലാണോ നബിയാണോ നമ്മിലേക്ക് കടന്നു വരുന്നത്, ആ നബിയുടെ, ആ റസൂലിൻ്റെ ശരീഅത്ത് അനുസരിച്ച് പ്രവർത്തിക്കണം. നേരത്തെ പറഞ്ഞില്ലേ, സത്യപ്പെടുത്തണം, അത് പ്രാവർത്തികമാക്കണം. പ്രവർത്തിക്കുക എന്നത് ഈമാനിൻ്റെ ഭാഗമാണ്. പല ആളുകളും പറയാറുണ്ട്, എൻ്റെ ഈമാൻ ഹൃദയത്തിലല്ലേ. ഈമാൻ ഹൃദയത്തിലല്ലേ, അള്ളാഹ് കൽബിലേക്കല്ലേ നോക്കുക, അതുകൊണ്ട് എങ്ങനെ നടന്നാലും കുഴപ്പമില്ലല്ലോ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അല്ല, ഈമാനുണ്ടോ പുറത്ത് കാണും. ഹൃദയത്തിൽ ഈമാനുണ്ടോ അത് പുറത്ത് കാണും. അത് രൂപത്തിൽ കാണും, ഭാവത്തിൽ കാണും, വിശ്വാസത്തിൽ കാണും, നടത്തത്തിൽ കാണും, സംസാരത്തിൽ കാണും, കച്ചവടത്തിൽ, ഇടപാടുകളിൽ, എല്ലാ മേഖലകളിലും ഈമാൻ കാണും. അതുകൊണ്ടാണ് ഒരു സത്യവിശ്വാസിയെ മുഅ്മിൻ എന്ന് പറയാനുള്ള കാരണം എന്താ? മുഅ്മിൻ എന്നത് ഒരു ബിരുദാണോ? അല്ല, അതൊരു ആദർശമാണ്. അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് മുഅ്മിനാവുക. മുസ്ലിം, മുഅ്മിൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്, അള്ളാഹു പറഞ്ഞത്, അള്ളാഹു വിശേഷിപ്പിച്ചത്, അള്ളാഹുവിന് കീഴൊതുങ്ങിയ ആളെന്നാണ് മുസ്ലിം എന്ന വാക്കിൻ്റെ അർത്ഥം. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി, വിശ്വാസത്തെ സത്യപ്പെടുത്തി അത് പ്രാവർത്തികമാക്കിയ ആൾ, അതാണ് മുസ്ലിം, മുഅ്മിൻ. അത് നമ്മുടെ അമലുകളിൽ ഉണ്ടായിരിക്കണം. എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല, മറിച്ച് പ്രാവർത്തികമാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരയച്ചത് നമുക്ക് എത്തിച്ചു തരാനാണ്. വമാ അലർ റസൂലി ഇല്ലൽ ബലാഗ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ എത്തിച്ചു തരിക എന്നതല്ലാതെ മറ്റൊരു ബാധ്യതയുമില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്തിച്ചു തന്നു. നമ്മുടെ ബാധ്യത എന്നത് അതനുസരിച്ച് പ്രവർത്തിക്കലാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വമൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. ആര് അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചുവോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. ആയത്തിൻ്റെ നേരെ വിപരീത അർത്ഥം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആര് അള്ളാഹുവിൻ്റെ റസൂലിനോട് ധിക്കാരം കാണിച്ചുവോ അവൻ അള്ളാഹുവിനോട്
ധിക്കാരം കാണിച്ചിരിക്കുന്നു. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, പരിശുദ്ധ ഖുർആനിൽ 30-ലധികം സ്ഥലങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്ന് കാണാം. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രാവർത്തികമാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് ജീവിക്കുക എന്നതാണ്. ചെയ്താൽ കൂലിയുള്ളതും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയില്ലാത്തതും എന്ന് ഫിഖ്ഹിൽ അതിന് നിർവചനം പറയാറുണ്ട്. എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ചെയ്താൽ കൂലി, ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയില്ലാത്തത് എന്നത് എല്ലാ കാര്യത്തിലും വരുമോ? ഇല്ല, എല്ലാ കാര്യത്തിലും അത് വരികയില്ല. ചില കാര്യങ്ങളിൽ അത് വരും. അതുകൊണ്ടാണ് ഫിഖ്ഹിൽ അങ്ങനെ ഒരു നിർവചനം വരാനുള്ള കാരണം. മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നെര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണം, അത് വിട്ട് താഴേക്ക് കടന്നാൽ ഫഫിന്നാർ, നരകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒരാൾക്കത് വേണമെങ്കിൽ ചെയ്താൽ മതി എന്നതാണോ? അല്ല. എന്നാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലെങ്കിൽ ഏതെങ്കിലും സുന്നത്ത് നിസ്കാരം അതൊരാൾ എന്തെങ്കിലും കാരണത്താൽ നിസ്കരിച്ചില്ല, അയാൾക്ക് കുറ്റമുണ്ടോ? ഇല്ല. അതാണ് ഫിഖ്ഹിൽ നമ്മൾ പഠിക്കുന്ന സുന്നത്തിൻ്റെ നിർവചനം. പൊതുവെ അങ്ങനെയല്ല. പൊതുവെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൽ നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചവർ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു എന്നതാണ്. വമൻ യഅസില്ലാഹ വറസൂലഹ, ആരല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും ധിക്കരിച്ചുവോ ഫഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദീന ഫിഹ അബദാ. സഹോദരങ്ങളെ നോക്കൂ, സൂറത്തുൽ ജിന്നിലെ ഈ ആയത്ത് നമ്മൾ ഗൗരവത്തിൽ കേൾക്കേണ്ടതാണ്. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ആരെങ്കിലും ധിക്കരിച്ചാൽ അവന് കത്തിയെരിയുന്ന നരകമുണ്ട്, അവനതിൽ നിത്യവാസിയായിരിക്കും. ഓരോ തിന്മകളുടെയും വ്യാപ്തി അനുസരിച്ച് ശിക്ഷയുടെ ആധിക്യം വർദ്ധിക്കും. അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചാൽ നമ്മൾ ഹിദായത്തിലാകും. വഇൻ തുതീഉ തഹ്തദു, അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹിദായത്തിലാകും, സന്മാർഗത്തിലാകും. വഅതീഉ റസൂല ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. നോക്കൂ, സുന്നത്ത് പാലിക്കുക എന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാനുള്ള കാരണമാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടാനുള്ള കാരണമാണ്. ഏത് സുന്നത്തും നിങ്ങൾ എടുത്തു നോക്കൂ, സമാധാനമാണത്. അപ്പോൾ താടിയാവട്ടെ, നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് പ്രതിഫലം കിട്ടും. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും ഈ സുന്നത്ത് നടപ്പിലാക്കിയതിന് പ്രതിഫലമാണ്. അതുപോലെ സുന്നത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം നേടിയെടുക്കാനുള്ള കാരണമാണ്. നിങ്ങൾ നോക്കൂ, സുന്നത്ത് വർദ്ധിപ്പിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ എളുപ്പമുണ്ടാകും, സമാധാനമുണ്ടാകും, ആശ്വാസമുണ്ടാകും. സുന്നത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല, ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ബിദ്അത്ത് എന്നത് വളരെ ഗൗരവത്തിൽ കാണപ്പെട്ടത്. ദീനിൽ പുതുതായി കടത്തിക്കൂട്ടുക എന്നത് വളരെ ഗൗരവമായത് അതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് നിങ്ങൾ പിൻപറ്റുക. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, അള്ളാഹുവിൻ്റെ റസൂൽ എന്തൊന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നോ അത് നിങ്ങൾ മുറുകെ പിടിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, അവിടുന്ന് എന്തൊക്കെ നിങ്ങളോട് വിരോധിച്ചുവോ വിലക്കിയോ നിങ്ങൾ അതിൽ നിന്നും മാറി നിൽക്കുക. സഹോദരങ്ങളെ, ഒരുപാട് ഇതുപോലെയുള്ള ഹദീസുകൾ, പ്രമാണങ്ങൾ നമുക്ക് കാണാം. എത്രത്തോളം അള്ളാഹുവിനോട് നമുക്ക് സ്നേഹമുണ്ടോ എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണമെന്നാണ്. അള്ളാഹുവിനോട് നമുക്ക് സ്നേഹമുണ്ടോ, നമ്മുടെ സ്നേഹം റബ്ബിനോട് സത്യസന്ധമാണോ എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ അനുസരിക്കണം. അള്ളാഹു പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവോ ഇഷ്ടപ്പെടുന്നുവോ, ഫത്തബിഊനി, എങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക, എങ്കിൽ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു നൽകും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം അനുസരിച്ചാൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്നാണ്. അപ്പോൾ സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ അറിയാതെ
അള്ളാഹു നമുക്ക് പാപമോചനം നൽകും, അള്ളാഹുവിൻ്റെ സ്നേഹം നൽകും, അള്ളാഹു നമ്മളെ തിരിച്ചു സ്നേഹിക്കും. ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടും. അതുകൊണ്ട് അള്ളാഹു പാപങ്ങൾ പുറത്തു നൽകും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, അവൻ കാരുണ്യമുള്ളവനാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, അത്തിയു അല്ലാഹ വർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക. ഫൈൻ തവല്ലൗ, ഇനി ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ, ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. സുബ്ഹാനല്ലാഹ്. നോക്കൂ, അള്ളാഹുവിൻ്റെ ഖുർആനിൽ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച് അവിടുത്തെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. അള്ളാഹു പറഞ്ഞു, ഫലാ വറബ്ബിക്, അള്ളാഹു സത്യം ചെയ്തു പറയുകയാണ്, ഒ നബിയെ, താങ്കളുടെ റബ്ബ് തന്നെ സത്യം, ലാ യുഅ്മിനൂന, അവർ മുഅ്മിനുകളാവുകയില്ല, ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യത്തിൽ താങ്കളെ വിധികർത്താവായി സ്വീകരിക്കുന്നത് വരേക്കും. ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما, എന്നിട്ട് താങ്കളുടെ വിധി അവർക്ക് വന്നു കിട്ടിയാൽ മനസ്സിൽ യാതൊരു പ്രയാസവുമില്ലാതെ അനിഷ്ടവുമില്ലാതെ അതിന് കീഴൊതുങ്ങുകയും ചെയ്യുന്നത് വരേക്കും അവർ മുഅ്മിനുകളാവുകയില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് നബിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഒരു കാര്യത്തിൽ, ഒരു പ്രശ്നത്തിൽ തീർപ്പ് കൽപ്പിക്കണം. നബിയുടെ വഫാത്തിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലേക്ക് മടങ്ങണം. ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഹദീസുകളിലേക്ക് മടങ്ങി ആ വിധി സ്വീകരിക്കണം. ഹദീസ് ഇന്നതാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ഇന്നതാണ് പറഞ്ഞത് എന്ന് കേട്ടാൽ എന്നിട്ടും അതിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്നത് നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, ഒരുപാട് ഈ വിഷയത്തിൽ പ്രമാണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് നാലാമത്തെ കാര്യം. അതോടൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള രണ്ട് പ്രത്യേകമായ വിശേഷണങ്ങളാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൽ അംബിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ പ്രവാചകനാണ്. മകാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഒരാളുടെയും പിതാവായിട്ടില്ല. ഈ ആയത്തിറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനാണെന്നവർ പറഞ്ഞു. യഥാർത്ഥത്തിൽ വളർത്തുമകനാണ്. അവിടുത്തെ പേരോട് ചേർത്ത് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, അങ്ങനെ പറയരുത്. അവിടുന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലാണ്, നബിമാരിൽ അന്തിമ പ്രവാചകനുമാണ്. ഇനിയൊരു നബി വരാനില്ല, ഇനിയൊരു റസൂൽ വരാനില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ പ്രവാചകനാണ്. ഇനി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരും. ലോകാവസാനം ആവുമ്പോൾ, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പുതിയൊരു നബിയല്ല. ഈസാ നബി അലൈഹി സ്വലാം വന്നാൽ ഈ ശരീഅത്ത് അനുസരിച്ചാണ് അദ്ദേഹം ജീവിക്കുക, ഇഞ്ചീൽ അനുസരിച്ചല്ല. മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത്, ഈ ഖുർആൻ, ഈ പ്രമാണങ്ങൾ അനുസരിച്ചാണ് അദ്ദേഹം പിന്നീട് ഇവിടെ ജീവിക്കുക. ഇനിയൊരു പുതിയൊരു നബി വരാനില്ല. ഖാദിയാനികൾ എന്നൊരു വിഭാഗത്തെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. പുതിയൊരു നബി അവർക്കിടയിൽ വന്നു എന്നാണ്. മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി. യഥാർത്ഥത്തിൽ ആ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനിയൊരു നബി വരും എന്ന് വിശ്വസിക്കൽ കുഫ്റാൻ, അള്ളാഹുവിൻ്റെ ആയത്തിനെ കളവാക്കലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ പ്രവാചകനാണ്. അവിടുന്ന് റിസാലത്ത് പൂർത്തീകരിച്ച വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ള മറ്റൊരു പ്രത്യേകതയാണ്, അവിടുന്ന് എല്ലാ ജനങ്ങളിലേക്കുമായി അയക്കപ്പെട്ട വ്യക്തിയാണ്. യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅൻ, അള്ളാഹു പറഞ്ഞു, നബിയെ പറയുക, അല്ലയോ ജനങ്ങളെ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് മുഴുവനുമായി എല്ലാവരിലേക്കുമായി വന്ന റസൂലാണ്.
എല്ലാവരിലേക്കുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. നമുക്ക് മാത്രമല്ല, മുസ്ലിമീങ്ങളുടെ മാത്രം പ്രവാചകനല്ല ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് മുതൽ എല്ലാവരുടെയും പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയെ, ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള പ്രത്യേകതയാണിത്. മറ്റുള്ള നബിമാർ ചില സമുദായങ്ങളിൽ, ബനൂ ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ പ്രത്യേകം ചില നാടുകളിലേക്ക്, ചില സ്ഥലങ്ങളിലേക്ക്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് മുഴുവനുമായി വന്ന പ്രവാചകനാണ് എന്നത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ചില പ്രത്യേകതകൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള പ്രത്യേകതയിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. അല്ല, ലോകത്തുള്ള സർവ സൃഷ്ടികളേക്കാൾ ഉത്കൃഷ്ടനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കുമായി വന്ന റസൂലാണ്. മനുഷ്യരിലേക്ക് മാത്രമല്ല, ജിന്നുകളിലേക്കുമായി വന്ന റസൂലാണ്. അതുപോലെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള പ്രത്യേകതയാണ് ഖിയാമത്ത് നാളിൽ അശ്ശഫാഅത്തുൽ ഉദ്മ. എല്ലാവരും മഹ്ശറിൽ നിൽക്കുമ്പോൾ വിചാരണക്കെടുക്കാൻ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുക നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതുപോലെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജവാമിഉൽ കലിം അള്ളാഹു നൽകിയിട്ടുണ്ട്. അഥവാ ആശയ സമ്പുഷ്ടമായ വാക്കുകൾ. ചെറിയ വാക്കുകളായിരിക്കും, ഒരുപാട് അർത്ഥമുണ്ടാകും. ചെറിയ വാക്കായിരിക്കും, പക്ഷേ ഒരുപാട് അർത്ഥങ്ങളുണ്ടാകും. ഹദീസ് കേട്ടിട്ടില്ലേ? ചില ഹദീസുകൾ 2-3 പേജ് വിശദീകരിച്ചാൽ വരെ തീരുകയില്ല. ചെറിയ വാക്കായിരിക്കും, എന്നാൽ ഒരുപാട് ആശയങ്ങൾ അത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അൽ കൗസർ നൽകിയിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് വരുന്ന നദിയാണ് പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് നൽകും. 2 പാത്തിയിലൂടെ ആ പാനീയം ഹൗദിലേക്ക് വരുമെന്നാണ് സ്വർഗത്തിൽ നിന്ന്. നേരത്തെ നമ്മൾ പറഞ്ഞു, പാലിനേക്കാൾ വെണ്മയാർന്ന, തേനിനേക്കാൾ മധുരമുള്ള, നക്ഷത്രങ്ങളെക്കാൾ അധികം വരുന്ന പാനപാത്രങ്ങൾ അതിലുണ്ട്. ഒരിക്കൽ കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ല. ഒരുപാട് പ്രത്യേകതയുള്ള ആ അൽ കൗസർ അള്ളാഹു അവിടത്തേക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ള പ്രത്യേകതയാണ് അവിടത്തോടുകൂടി ഈ നുബൂവത്ത്, റിസാലത്ത് അള്ളാഹു പൂർത്തീകരിച്ചു. നമ്മൾ പറഞ്ഞില്ലേ, ഇനി ഒരു നബി, ഒരു റസൂൽ പുതുതായി വരാനില്ല. ഇത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഏതാനും ചില പ്രത്യേകതകളാണ്. എന്നാൽ ചില ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തെറ്റായ ചില വിശ്വാസങ്ങൾ വെച്ചു പുലർത്താറുണ്ട്. അവിടുത്തെ പ്രകാശത്തെക്കുറിച്ച് ചില കഥകളുണ്ട്. അവിടുത്തെ അള്ളാഹു പ്രകാശം കൊണ്ടല്ല സൃഷ്ടിച്ചത്, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് മലക്കുകളാണ്, അവിടുന്ന് മനുഷ്യനാണ്. എന്നാൽ ഈ പറഞ്ഞ ഒരുപാട് വലിയ പ്രത്യേകതകളുള്ള റസൂലാണ് നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ചില ആളുകൾ പറയാറുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയാണ് അള്ളാഹു ലോകം പടച്ചത്, നബി ഇല്ല എങ്കിൽ ഈ ലോകം ഉണ്ടാവുകയില്ല എന്ന തെറ്റായ ധാരണ പല ആളുകളും പാട്ടുരൂപത്തിലും കവിത രൂപത്തിലൊക്കെ പറയാറുണ്ട്. അങ്ങനെയല്ല, അള്ളാഹു ലോകം പടക്കാൻ തീരുമാനിച്ചു. ആ ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഒരാളാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വലിയ പ്രത്യേകതകളും സ്ഥാനങ്ങളും ഒക്കെ ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ നബിമാരെക്കുറിച്ച് ഉള്ളത് വിശ്വസിക്കുക, അത് തന്നെ ധാരാളമുണ്ട്. ഉള്ളത് തന്നെ വിശ്വസിക്കാൻ എമ്പാടുമുണ്ട്. അതിൻ്റെ കൂടെ ഇല്ലാത്തത് കടത്തിക്കൂട്ടേണ്ട യാതൊരു ഗതികേടും നമുക്കില്ല, അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, ഈ 4 കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയം. ഇത് ശരിയായാൽ നമ്മുടെ ഈമാൻ ശരിയായി എന്നതാണ്
ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ നബിമാരുടെ റിസാലത്തിൽ നമ്മൾ വിശ്വസിക്കുക. അള്ളാഹു അയച്ച പ്രവാചകരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. അവരിൽ ഒരാളെപ്പോലും നമ്മൾ കളവാക്കാൻ പാടുള്ളതല്ല. അവരുടെ ദൗത്യം അള്ളാഹുവിലേക്ക് ജനങ്ങളെ എത്തിക്കുക, അള്ളാഹുവിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവർ മനുഷ്യരാണ്, മലക്കുകളോ ജിന്നുകളോ അല്ല. അവർക്ക് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളില്ല. അവർ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അതുപോലെ നബിമാർക്കുള്ള പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, പേരെടുത്തു പറഞ്ഞ എല്ലാ നബിമാരിലും നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. പേരറിയാത്ത അള്ളാഹു അയച്ച എല്ലാ നബിമാരിലും നമ്മൾ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ കാര്യം, നബിമാർ പറഞ്ഞ വാക്കുകൾ, അവരുടെ സംസാരങ്ങൾ, അവരറിയിച്ചു തന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ സത്യപ്പെടുത്തണം. നാലാമത്തെ കാര്യം, നബിമാർ അല്ലെങ്കിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്ത് അതനുസരിച്ച് പ്രവർത്തിക്കണം. അതുപോലെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ അന്തിമ പ്രവാചകനാണ്, എല്ലാവരിലേക്കുമായി അള്ളാഹു അയച്ച പ്രവാചകനാണ്. ഈ 4 അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഈമാനായി വിശ്വസിക്കുക. അതുപോലെ ഈ ഒരു വിശ്വാസം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണപാഠങ്ങളാണ്: ഒന്ന്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അറിയിക്കുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് നബിമാരെ നമുക്ക് അയച്ചു തന്നു എന്നുള്ളത്. കാരണം അള്ളാഹുവിൻ്റെ ഗ്രന്ഥം, വേദഗ്രന്ഥം, കിതാബ് അത് പാരായണം ചെയ്ത് ജീവിച്ച് കാണിച്ചു തന്നു നബിമാർ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ആദ്യം മുതൽ അവസാനം വരെ അള്ളാഹു നമുക്ക് കാണിച്ചു തന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ട ഒരു വലിയ അനുഗ്രഹമാണിത്, അള്ളാഹു റസൂലുമാരെ നമ്മിലേക്ക് അയച്ചു എന്നുള്ളത്. മൂന്നാമത്തേത്, നബിമാരെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവർക്ക് അള്ളാഹു നൽകിയ സ്ഥാനമാനങ്ങൾ അംഗീകരിക്കണം. അള്ളാഹു പഠിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലെങ്കിൽ ഏതൊരു പ്രവാചകനാണോ പഠിപ്പിച്ചതുപോലെ ആ പ്രവാചകനെ സ്നേഹിക്കുകയും പിൻപറ്റുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യണം എന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയിച്ചു നൽകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളാനും അതിലായി മരിക്കുവാനും റബ്ബിനെ കണ്ടുമുട്ടുവാനും എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ പിഴച്ച വിശ്വാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മുസ്ലിമായി മുഅ്മിനായി അള്ളാഹു ജീവിക്കാനും അതിലായി മരിക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ശിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.